വെൽക്കം ടു ഗ്രേഡിയൻറ്റ് ക്ലൈമാറ്റിക് റീജിയൺസ് ആൻഡ് ക്ലൈമാറ്റിക് ചേഞ്ച് എന്ന ചാപ്റ്ററിൽ ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ്. ആദ്യത്തെ 2 ക്ലാസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു ക്ലാസ് കാണുക. കാണാൻ വേണ്ടിയിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്. പ്ലേലിസ്റ്റ് വഴി പോയി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൻ്റെയും ഇതിന് മുന്നത്തെ ചാപ്റ്ററിൻ്റെയും ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ടെലഗ്രാമിലും അതുപോലെ തന്നെ മറ്റ് അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് വാട്സാപ്പ് ചാനലും ഉണ്ട്. അതിലെന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാകും, അത് റിവൈസ് ചെയ്തിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എങ്കിൽ നമുക്കതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ക്ലൈമാറ്റിക് റീജിയനുകളെ പറ്റിയിട്ടാണ് അല്ലേ. ക്ലൈമാറ്റിക് റീജിയനിൽ 4 റീജിയനുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്തു, ഇതിനോടകം പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് വരുന്ന മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയനെ പറ്റിയാണ്. അപ്പോൾ മെഡിറ്ററേനിയൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഉണ്ടാവും അല്ലേ. മെഡിറ്ററേനിയൻ സീ ഓർമ്മ വരുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയുടെ 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹ്യൂമനിസം, ആ ഹ്യൂമനിസത്തിൻ്റെ ഫസ്റ്റ് ക്ലാസ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇറ്റലിയുടെ പൊസിഷൻ അല്ലെങ്കിൽ ഇറ്റലിയുടെ ലൊക്കേഷനെ പറ്റി പറഞ്ഞപ്പോൾ ആരെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ മെഡിറ്ററേനിയൻ കടലിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ മെഡിറ്ററേനിയൻ കടൽ എവിടെയാണെന്ന്? അപ്പോൾ മെഡിറ്ററേനിയൻ കടലിനെ നോക്കുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ട് അല്ലെ, യൂറോപ്പിൻ്റെ താഴെയായിട്ട് ഇവിടെയായിട്ട് കാണപ്പെടുന്ന കടലാണ് മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത്. ഈ മെഡിറ്ററേനിയൻ സീ അറ്റ്ലാന്റിക് ഓഷനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ജിബ്രാൾട്ടർ എന്ന് പറയുന്ന കടലിടുക്ക് വഴി എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതുവഴിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ഷൻസ് ഉള്ള ഒരു സീ ആണ് എന്ത്, മെഡിറ്ററേനിയൻ സീ എന്ന് പറയുന്നത്. അപ്പോൾ മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റും കാണുന്ന സ്ഥലങ്ങളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്നത് കൊണ്ട് ആ ക്ലൈമറ്റിനെ എന്ത് വിളിച്ചു, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വിളിച്ചു. ഫസ്റ്റ് പോയിന്റ് ഓർക്കാമല്ലോ, എവിടെയാണ്, മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള ഭാഗത്ത് കാണപ്പെടുന്നത് കൊണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിനെ എന്ത് വിളിച്ചു, മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് വിളിച്ചു. അപ്പോൾ മെഡിറ്ററേനിയൻ സീയുടെ ചുറ്റും എന്ന് പറയുമ്പോൾ നമ്മൾ ലാറ്റിറ്റ്യൂഡ് വൈസ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഒരു 30 ഡിഗ്രി നോർത്ത് തൊട്ട് ഒരു 40 ഡിഗ്രി നോർത്ത് വരെ വരുന്ന ഭാഗമായിട്ട് നോർത്തേൺ ഹെമിസ്ഫിയറിലും കണ്ടോ, ഇവിടെ മാത്രമല്ല ഇവിടെയുണ്ട്, പിന്നെ ഇവിടെയുണ്ട്. അതുപോലെ സൗത്തിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും, ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതാണ്ട് സൗത്തിലും ഒരു 30 ഡിഗ്രി സൗത്തും അതുപോലെ തന്നെ ഒരു 40 ഡിഗ്രി സൗത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ക്ലൈമാറ്റിക് റീജിയനാണ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ അതിനെ മെഡിറ്ററേനിയൻ എന്ന് വിളിച്ചത് കൂടുതൽ ഏരിയയും കാണപ്പെടുന്നത് എവിടെയാണ്, മെഡിറ്ററേനിയൻ കടലിനടുത്തായതുകൊണ്ടാണ്. ഫസ്റ്റ് പോയിന്റ് അപ്പോൾ എന്താണ്, നമ്മുടെ ഭൂമിയിലെ 30 ഡിഗ്രിക്ക് നോർത്ത്, 30 ഡിഗ്രി ടു 40 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി ടു 40 ഡിഗ്രി സൗത്തിലും കാണപ്പെടുന്ന ക്ലൈമാറ്റിക് റീജിയൻ. ആ ക്ലൈമാറ്റിക് റീജിയൻ കൂടുതലും കാണപ്പെടുന്നത് മെഡിറ്ററേനിയൻ്റെ തീരത്തായതുകൊണ്ട് നമ്മളതിനെ എന്ത് വിളിച്ചു, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് വിളിച്ചു. എന്താണ് ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്, എവിടെയാണ്, എലോങ് ദ കോസ്റ്റ് ഓഫ് ദ മെഡിറ്ററേനിയൻ സീ, മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നു. അതായത് മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരം എന്ന് പറയുമ്പോൾ എവിടെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, നമ്മുടെ ഈ പറയുന്ന യൂറോപ്പിൻ്റെ ഈ ഒരു സ്റ്റാർട്ടിങ് തൊട്ട് ഇവിടെ നമ്മുടെ ഈ പറയുന്ന ഇസ്രായേൽ വരെയുള്ള ഭാഗത്തായിട്ട് ഇങ്ങനെ നോർത്തിലും ആഫ്രിക്കയുടെ മുകളിലായിട്ട് സൗത്തിലും ആണ് പ്രധാനമായിട്ടും ഇത് കാണുന്നത്. കൂടുതൽ ഏരിയയും മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരത്ത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് നോക്കുകയാണെങ്കിൽ 30 ഡിഗ്രിക്കും 40 എന്ന് ഞാൻ പറഞ്ഞു, 45 വരെ ഉണ്ട് കേട്ടോ. അപ്പോൾ 30 ഡിഗ്രിക്കും 45 ഡിഗ്രി വരെ വരുന്ന ഭാഗങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ആ റീജിയനെ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ കുറേ നേരമായിട്ട് ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നു അല്ലേ. എന്താ ഈ ക്ലൈമാറ്റിക് റീജിയൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഡ്രൈ ആയ സമ്മർ എന്ന് വെച്ചാൽ മഴ ഒട്ടും കിട്ടാത്ത സമ്മറും ഹ്യൂമിഡായ വിൻ്റർ, അതായത് മഴ കിട്ടുന്ന വിൻ്ററുമാണ് ഇതിൻ്റെ പ്രത്യേകത. എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് ഒരു തുള്ളി മഴ പോലും ഇവിടെ കിട്ടത്തില്ല, എന്നാൽ ഈ പറയുന്ന വിൻ്റർ സമയത്ത് മഴ കിട്ടുകയും ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ തന്നെയാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ഈ പറയുന്ന യൂറോപ്പിൻ്റെ ഈ ഒരു ഭാഗം, അതുപോലെ തന്നെ ആഫ്രിക്കയുടെ ഈ ഒരു ഭാഗം, ഈ പറയുന്ന ഇസ്രായേൽ വരെയുള്ള ഇത്രയും ഭാഗത്താണ് ഈ പറയുന്ന മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ കാണുന്നത്. വിൻ്റർ സമയത്ത് അറ്റ്ലാന്റിക് കടലിൽ നിന്ന് വരുന്ന കാറ്റ്, എന്ത് കാറ്റ്, വെസ്റ്റേർലീസ് എന്ന് പറയുന്ന കാറ്റ്. എന്ത് കാറ്റ്, വെസ്റ്റേർലീസ് എന്ന് പറയുന്ന കാറ്റ് 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു, ഓർമ്മയുണ്ടോ? ട്രേഡ് വിൻഡ്, വെസ്റ്റേർലീസ്, ഈസ്റ്റേർലീസ്. അതിൽ ഈ പറയുന്ന വെസ്റ്റേർലീസ് കടലിൽ നിന്ന് പോകുന്നത് കൊണ്ട് തണുപ്പ് സമയത്ത് ഇവിടെ എന്ത് കിട്ടും, മഴ കിട്ടും. അതുകൊണ്ട് ഹ്യൂമിഡായ വിൻ്റർ ഉണ്ടാകും. എന്നാൽ ഈ പറയുന്ന വേനൽക്കാലത്ത് കരയിൽ നിന്ന് വരുന്ന കാറ്റുകളായതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, വേനൽ സമയത്ത് മഴ കിട്ടാറില്ല. ഇതാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വെസ്റ്റേർലീസ് മഴ പെയ്യിപ്പിക്കുമ്പോൾ വിൻ്ററിൽ മഴ കിട്ടുകയും അല്ലാത്ത സമയത്ത് ലാൻഡിൽ നിന്ന് വരുന്ന കാറ്റ് മഴ പെയ്യിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ ആ ഒരു പ്രത്യേക ക്ലൈമാറ്റിക് റീജിയൻ അതിനെ വിളിക്കുന്ന പേരാണ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ.
സമ്മർ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ 20 to 25 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് വലിയ ചൂടാണോ എന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന്. ഇക്വേറ്ററിൽ നിന്ന് ദൂരെയാണല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേറ്ററിൽ നിന്ന് ദൂരെ പോകും തോറും ടെമ്പറേച്ചർ കുറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ടോറിഡ് സോൺ എന്നും അതിന് മുകളിൽ വരുന്ന ഭാഗത്തിന് നമ്മൾ ടെമ്പറേറ്റ് സോൺ എന്നും അതിന് മുകളിൽ വരുന്ന ഭാഗത്തിന് നമ്മൾ ഫ്രിഡ്ജിഡ് സോൺ എന്നും വിളിക്കുന്നത്. കാരണം സൂര്യപ്രകാശം നേരെ വന്ന് വീഴുന്നത് ഇവിടെ ആയതുകൊണ്ട് ചൂട് കൂടും, ഇവിടെയൊക്കെ ചരിഞ്ഞ് വീഴുന്നതുകൊണ്ട് ടെമ്പറേച്ചർ കുറയും. അപ്പോൾ അങ്ങനെ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തെ സമ്മർ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 to 25 എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതലാണ്. വിൻ്ററിൽ 10 ഡിഗ്രി തൊട്ട് 16 ഡിഗ്രി വരെയാണ് ടെമ്പറേച്ചർ ആവുന്നത്. മഴയെന്ന് പറയുന്നത് 30 to 75 സെൻറ്റിമീറ്റർ ആണ്, കുറവാണ്. വിൻ്റർ റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെനിഫിഷ്യലാണ് ആർക്ക്? വിൻ്റർ ക്രോപ്സിന്. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായിട്ട് കാണപ്പെടുന്നു. 20 to 25 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറാണ് ഇവിടെ അധികമായിട്ട് കാണപ്പെടുന്നത്. ഡ്രൈ ആയ സമ്മറും ഹ്യൂമിഡായ വിൻ്ററുമാണ്. വിൻ്റർ ടെമ്പറേച്ചർ 10 to 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. 30 to 75 സെൻറ്റിമീറ്റർ വരെയാണ് മഴ കിട്ടുന്നത്. വിൻ്റർ ക്രോപ്പിൽ വിൻ്റർ സമയത്താണ് മഴ കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്. മെഡിറ്ററേനിയൻ സീ അല്ലാതെ 30 ഡിഗ്രി 45 ഡിഗ്രി വരെ വരുന്ന പല സ്ഥലങ്ങളിലുമായിട്ട് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ വിളിക്കുന്ന പേര് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ എവിടെയൊക്കെ അധികമായിട്ട് കാണപ്പെടുന്നത്? സദേൺ യൂറോപ്പിലുണ്ട്. സ്പെയിൻ, ഇറ്റലി, ഗ്രീസ്, സദേൺ ഫ്രാൻസിലൊക്കെ ഉണ്ട്. നോർത്തേൺ ആഫ്രിക്കയിലായിട്ടുള്ള ഇവിടെ അൾജീരിയയിലും ടുണീഷ്യയിലും മൊറോക്കോയിലും ഉണ്ട്. അതുപോലെ വെസ്റ്റേൺ പാർട്ട് ഓഫ് ദ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ടർക്കിയുടെ കോസ്റ്റ്, സിറിയയുടെ കോസ്റ്റ്, ലെബനൻ്റെ കോസ്റ്റ്, ഇസ്രായേലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മെഡിറ്ററേനിയന് ചുറ്റും ഏതൊക്കെ സ്ഥലത്തെന്ന് ചോദ്യമാണ്. ഓക്കെ, റീജിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഒബ്സർവ് ദ മാപ്പ് ആൻഡ് അറ്റ്ലസ് ആൻഡ് ഐഡന്റിഫൈ ദ ഏരിയാസ് ഇൻക്ലൂഡ് ഇൻ ദ മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. അടുത്ത് നോർത്ത് അമേരിക്കയിലായിട്ട് എവിടെയാണ്? സൗത്ത് വെസ്റ്റേൺ ഭാഗത്ത്, അതായത് കോസ്റ്റ് ഓഫ് കാലിഫോർണിയ. എവിടെയാണ്? നമ്മുടെ കാലിഫോർണിയയിലേക്ക് ചരക്ക് കടത്തുന്ന കപ്പലില്ലേ, ആ കാലിഫോർണിയയാണ് ഇതാ ഇവിടെ കാണുന്ന ഭാഗം എന്ന് പറയുന്നത്. അടുത്ത് എവിടെയാണ്? സൗത്ത് അമേരിക്കയിലെ സെൻട്രൽ ചിലി. സൗത്ത് അമേരിക്കയിൽ ഈ കാണുന്ന ചിലി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭാഗത്തായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇനി ഓസ്ട്രേലിയ എന്ന് പറയുമായിരിക്കും സൗത്ത് വെസ്റ്റേൺ ആൻഡ് സൗതേൺ കോസ്റ്റ് അല്ലെ. ഓസ്ട്രേലിയയിലും ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് സദേൺ കോസ്റ്റിലായിട്ട് കാണപ്പെടാറുണ്ട്. സോറി. അടുത്ത ആഫ്രിക്കയിലാണെങ്കിൽ എന്തായിരിക്കും? മെഡിറ്ററേനിയൻ ഭാഗത്തല്ലാതെ സദേൺ ടിപ്പിലും കാണപ്പെടാറുണ്ട്. ഇവിടെയും എന്ത് ചെയ്യാറുണ്ട്? കാണപ്പെടാറുണ്ട്. ഇവിടെ ആയിട്ടാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്നൊക്കെ പറയുന്ന സ്ഥലമുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ കാണപ്പെടാറുണ്ട്. അപ്പോൾ എന്തൊക്കെ പോയിന്റ് പഠിച്ചു? മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമായി കാണപ്പെടുന്നു. ഡ്രൈ ആയിട്ടുള്ള വിൻ്ററും ഹ്യൂമിഡ് ആയിട്ടുള്ള സമ്മറും ഡ്രൈ ആയിട്ടുള്ള സമ്മറും ഹ്യൂമിഡ് ആയിട്ടുള്ള വിൻ്ററുമാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പറയുന്ന മെഡിറ്ററേനിയൻ കടലല്ലാതെ 30 to 45 ഡിഗ്രി നോർത്ത് സൗത്ത് ഭാഗങ്ങളിൽ പല കോണ്ടിനെൻറ്റുകളുടെയും വെസ്റ്റേൺ ഭാഗത്തായിട്ട് ഇത് കാണും. ഈ പറയുന്ന കോണ്ടിനെൻ്റ് വെസ്റ്റ്, ഈ കോണ്ടിനെൻ്റ് വെസ്റ്റ്, ഇവിടുത്തെ വെസ്റ്റ്. അതുകൊണ്ട് ഇതിൻ്റെ വെസ്റ്റേൺ ടെമ്പറേറ്റ് റീജിയൻ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനത്തെ രോമന പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇനി അടുത്ത കാര്യങ്ങളോട്ട് നമുക്ക് പോവാം. ഇവിടുത്തെ മറ്റ് കാര്യങ്ങൾ റെയിനും അതുപോലെ തന്നെ ഫോറസ്റ്റ് കവർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാൻ പറ്റും. വെസ്റ്റേർലീസ് എന്ന കാറ്റാണ് വിൻ്റർ മഴയ്ക്ക് കാരണം. അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു. വെസ്റ്റേർലി എന്താണെന്ന് അറിയില്ലെങ്കിൽ നേരെ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് അർത്ഥം. അപ്പോൾ മഴ കിട്ടുന്നതുകൊണ്ട് ഡെൻസ് ഫോറസ്റ്റ് ഇവിടെ കാണൂല. കാരണം എന്താണ്? ഇവിടെ അത്രയ്ക്ക് മഴയൊന്നും കിട്ടൂല. നമ്മൾ പഠിച്ച എവർഗ്രീനിലും അതുപോലെ തന്നെ ഡെസ്യൂഡിയസിനകത്തൊക്കെ ഉള്ള പോലത്തെ ഈ പറയുന്ന 250 സെൻറ്റിമീറ്റർ മഴയൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. അല്ല, ഇവിടെ കിട്ടുന്ന മഴയെന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. എത്രയാണ്? 30 to 75. അപ്പോൾ ഡെൻസ് ഫോറസ്റ്റ് ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളത്? ഇവിടെ അത്യാവശ്യമുള്ളത് ഈ പറയുന്ന ഒരു ഫോറസ്റ്റും അല്ല ഗ്രാസ് ലാൻഡും അല്ല, അതിനിടയിൽ വരുന്ന ഭാഗമാണ്. ഡെൻസ് ഫോറസ്റ്റ് ആർ നോട്ട് ഫൗണ്ട് ഡ്യൂ ടു റിലേറ്റീവ്ലി ലോ റെയിൻഫോൾ. നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുമ്പോൾ ഓക്ക്, സെക്വായ പോലെയുള്ള മരങ്ങളും പൈനും ഫെറും പോലെയുള്ള എവർഗ്രീൻ ആയിട്ടുള്ള കോണിഫറസ് ട്രീസും ടോൾ ട്രീസും ഒക്കെ കാണപ്പെടും. പക്ഷേ കാടാണോ എന്ന് ചോദിച്ചാൽ കാടല്ല. അതുപോലെ എന്താണ്? ഷ്രബ്സും ഇവിടെ കാണാറുണ്ട്. ഹെർബ്, ഷർബ്, ട്രീ അല്ലേ. ഹെർബ് ചെറിയത്, അത് കഴിഞ്ഞ് ഷർബ്, അത് കഴിഞ്ഞ് വലിയ മരം. അപ്പോൾ അല്ലെ ഷർബ് എന്ന് പറയുന്ന കുറ്റിച്ചെടികൾ എന്ത് ചെയ്യാറുണ്ട്? കാണപ്പെടാറ് ഉണ്ട്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ, ഇവിടോട്ട് വരുമ്പോൾ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ, അതായത് കടലിനടുത്ത് നിന്ന് അകത്തോട്ട് വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രീലെസ് ഗ്രാസ് ലാൻഡുകൾ അഥവാ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകളാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ എന്താ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇപ്പോൾ ഇവിടെ പറയുന്ന സ്ഥലങ്ങളിൽ പലതും കടൽ തീരങ്ങളിലാണ്. പക്ഷേ നമ്മൾ തീരത്ത് നിന്ന് ഉള്ളിലേക്ക് പോകുമ്പോൾ മഴ വീണ്ടും കുറവാണ്. സോ അവിടെ എന്ത് പറ്റും? ഈ പറയുന്ന പോലെ ഉയർന്ന മരങ്ങളൊന്നും കാണത്തില്ല. കൂടുതലും പുൽമേടുകൾ അഥവാ ഗ്രാസ് ലാൻഡുകളാണ് കാണപ്പെടുന്നത്. ഓക്കെ ആണോ? ഇനി ഇവിടുത്തെ കൃഷിയെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. എന്താ കൾട്ടിവേറ്റ് ചെയ്യുന്നത്? ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എസ്പെഷ്യലി നമ്മൾ നോക്കിയാൽ ഈ പറയുന്ന സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, അതായത് നമ്മൾ നാരങ്ങ അതുപോലത്തെ ഫ്രൂട്ട്സ്,
ഗ്രേപ്സ് പോലെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് ഇവിടെ അധികമായിട്ട് എന്ത് ചെയ്യുന്നത്, കൾട്ടിവേറ്റ് ചെയ്യുന്നത്. സീരിയൽസും പൾസസും എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്ന സ്ഥലങ്ങളിൽ കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇവിടുത്തെ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലൈമറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അതായത് ഹൈ എക്കണോമിക് വാല്യൂ ഉള്ള സ്പെഷ്യലൈസ്ഡ് അഗ്രികൾച്ചറാണ് ഇവിടെ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അത്യാവശ്യം മാർക്കറ്റിൽ നല്ല വിലയുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, ഈ ഭാഗത്ത് മുന്തിരി അധികമായിട്ട് കൾട്ടിവേറ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ വൈന് ഗ്ലോബലി പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഡിംഗ് ആയിട്ട് വൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കൺട്രികളാണ്. 70% ഓഫ് ദ സിട്രസ് ഫ്രൂട്ട് വേൾഡിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? ഇവരാണ്. അതാണ് ഇവിടെ ഈ സ്പെഷ്യലൈസ്ഡ് അഗ്രികൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഫേവറബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ഇത്തരത്തിലുള്ള കുറച്ച് കൊമേഴ്ഷ്യൽ ക്രോപ്സുകളെ കൾട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ അത് കൾട്ടിവേറ്റ് ചെയ്യലും അതിൻ്റെ പരിപാടിയൊക്കെയാണ് ഇവിടുത്തെ കൃഷിയായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എന്തെന്ന് പറയുന്നത്, മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. കണ്ടോ, എ വൈൻ യാർഡ് ഇൻ ദ മെഡിറ്ററേനിയൻ റീജിയൻ. കണ്ടോ, മുന്തിരി വെച്ചിട്ടാണല്ലോ വൈൻ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ. അപ്പോൾ നമ്മൾ മെഡിറ്ററേനിയൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പോയിന്റ് എഴുതാൻ പറ്റും, മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമാണ്. മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രത്യേകത എന്താ? ഇത് എവർഗ്രീൻ ഫോറസ്റ്റും അല്ല, ഡെസിഡീസ് ഫോറസ്റ്റും അല്ല. അപ്പോൾ എന്താണ്, മഴ അധികം കിട്ടാറില്ല. വേനൽ നല്ല വരണ്ട വേനലും എന്നാൽ മഴ കിട്ടുന്ന വിൻ്റർ സീസണും നമുക്കിവിടെ കിട്ടും. വെസ്റ്റേർലീസ് എന്ന കാറ്റ് കടലിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് നമുക്ക് വിൻ്ററിൽ മഴ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രധാനമായിട്ടും സിട്രസ് ഫ്രൂട്ട്സുകളും അതുപോലെ തന്നെ ഗ്രേപ്സുമാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ജീവിത രീതികളാണ് ഇവിടുത്തെ ആൾക്കാർക്ക് ഉള്ളത്. അപ്പോൾ ഇത്രയും പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ ലാസ്റ്റ് കിടക്കുന്ന പാരഗ്രാഫ് ഉണ്ടല്ലോ, ഇത് ഞാൻ ഇടയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാ കണ്ടോ, ഇതാ ഇവിടെ കിടക്കുന്ന ഈ പോയിന്റ് ആ ലാസ്റ്റ് കിടക്കുന്ന പോയിന്റ് ആണെന്ന് മറന്നു പോകരുത്. ഇനി അത് വായിച്ചിട്ട് സാറേ ആ പോയിന്റ് മിസ്സായി എന്ന് പറയരുത്. അത് കുറച്ചുകൂടി ഇവിടെ കിടക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങോട്ട് ആഡ് ചെയ്തു എന്നേ ഉള്ളൂ. തീർന്നല്ലോ, എവർഗ്രീൻ തീർന്നല്ലോ, സോറി നമ്മുടെ മെഡിറ്ററേനിയൻ തീർന്നല്ലോ. ഇനി വരുന്നതാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. പേരിൽ നിന്ന് തന്നെ കിട്ടും, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ഇപ്പം നമ്മൾ എവിടെ വരെ പറഞ്ഞ് നിർത്തി, ഏതാണ്ട് 45 ഡിഗ്രി വരെയുള്ള ഭാഗം പറഞ്ഞ് നിർത്തി അല്ലേ. അപ്പോൾ ഇവിടെ ഇടയിലായിട്ട്, അതായത് നമ്മൾ ഇക്വേറ്ററിൻ്റെ ഭാഗത്തു നിന്ന് തുടങ്ങി മുകളിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ പറഞ്ഞു നമുക്ക് ഈ മൺസൂൺ ക്ലൈമറ്റ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് വരുന്ന ഈ പറയുന്ന മെഡിറ്ററേനിയൻ ക്ലൈമറ്റ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ഏതാണ്ട് 40 ഡിഗ്രി നോർത്ത് തൊട്ട് എവിടെയാണ് 50 ഡിഗ്രി നോർത്ത് വരെ, അതുപോലെ സൗത്തിലും 40 ഡിഗ്രി സൗത്ത് തൊട്ട് 50 ഡിഗ്രി സൗത്തിന് ഇടയിലായിട്ട് കാണപ്പെടുന്ന ഈ ഒരു പ്രത്യേക റീജിയനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് വിളിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, നമ്മുടെ ഭൂമിയെ നമ്മൾ ടോറിഡ് സോണ്, ടെമ്പറേറ്റ് സോണ്, ഫ്രിഡ്ജിഡ് സോൺ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നടുക്ക് വരുന്നതല്ലേ ടെമ്പറേറ്റ് സോണ്, ആ വാക്കല്ലേ ഇതായി കിടക്കുന്നത്. അപ്പോൾ നടുക്കുമെന്നാണെന്നുള്ളത് നമുക്ക് ഡൗട്ടില്ലല്ലോ. ടെമ്പറേറ്റ് റീജിയനിൽ കാണപ്പെടുന്ന പുൽമേട്, അതാണ് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. ഓക്കെ, എന്തുവാണ് ടെമ്പറേറ്റ് റീജിയനിൽ കാണപ്പെടുന്ന ഗ്രാസ് ലാൻഡ്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ്. അപ്പോൾ എന്താ ടെമ്പറേറ്റ് റീജിയൻ? ഈ 30 ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് മുകളിലോട്ട് വരുന്ന കുറച്ച് ഭാഗം സൂര്യപ്രകാശം അധികം കിട്ടത്തില്ല. ആ ഒരു റീജിയനാണ് നമ്മൾ മൊത്തത്തിൽ എന്ത് വിളിക്കുന്നത്, ടെമ്പറേറ്റ് റീജിയൻ എന്ന് വിളിക്കുന്നത്. ആ ടെമ്പറേറ്റ് റീജിയനിൽ കാണപ്പെടുന്ന പുൽമേടുകൾ എന്ത് വിളിച്ചു, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകൾ എന്ന് വിളിച്ചു. സെറ്റാണ്. അപ്പോൾ ദ ഗ്രാസ് ലാൻഡ് ലൊക്കേറ്റഡ് ബോത്ത് ഇൻ ദ ഹെമിസ്ഫിയേഴ്സ് അറ്റ് ലാറ്റിറ്റ്യൂഡ് ബിറ്റ്വീൻ 40 to 50 ഡിഗ്രി ആർ നോൺ ബൈ ഡിഫറൻറ്റ് നെയിംസ് ഇൻ ഡിഫറൻറ്റ് റീജിയൻസ്. ഇത് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ സ്ഥലത്തിനെയാണ് മൊത്തത്തിൽ എന്ത് വിളിക്കുന്നത്, ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് വിളിക്കുന്നത്. നിങ്ങളത് ചോദിച്ചിട്ടുണ്ട് ഈ മാപ്പ് നോക്കിയിട്ട് എന്ത് പറയാൻ, ഓരോ കോണ്ടിനെൻറ്റും അവിടെ കാണുന്ന ഗ്രാസ് ലാൻഡും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ മാപ്പ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഏഷ്യയിൽ കാണപ്പെടുന്നത് സ്റ്റെപ്പിസ് എന്ന് പറയുന്ന ഗ്രാസ് ലാൻഡാണ്. ഇവിടുത്തെ കാണുന്ന ഗ്രാസ് ലാൻഡ് വിളിക്കുന്ന പേരാണ് സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പിസ്. ഓക്കെ, ആഫ്രിക്കയിലാണെങ്കിൽ വെൽഡ്, ഓസ്ട്രേലിയയിലാണെങ്കിൽ ഡൗൺസ്, സൗത്ത് അമേരിക്കയിലാണെങ്കിൽ പാമ്പാസ്, നോർത്ത് അമേരിക്കയിലാണെങ്കിൽ പ്രയറീസ്. ഓക്കെ, ഇതാണെന്ത് പ്രധാനപ്പെട്ട ഗ്രാസ് ലാൻഡുകൾ. ഏഷ്യയിലും യൂറോപ്പിലുമായിട്ടാണ് സ്റ്റെപ്പിസ് ഉള്ളത് എന്നെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഏഷ്യ എന്ന് പറയാം. ആഫ്രിക്കയിൽ വെൽഡ്, സൗത്ത് അമേരിക്കയിൽ പാമ്പാസ്, ഓസ്ട്രേലിയയിൽ ഡൗൺസ്, നോർത്ത് അമേരിക്കയിൽ പ്രയറീസ് ആണ് പ്രധാനപ്പെട്ട ഗ്രാസ് ലാൻഡുകൾ അവരുടെ പേരെന്നും പറയുന്നത്. അപ്പോൾ നമുക്ക് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് നോക്കുമ്പോഴത്തേക്കും ഞാൻ ആ ടേബിൾ നിങ്ങൾക്ക് വേണ്ടി ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് പഠിക്കുക എന്നുള്ള ജോലിയാണ്. ഞാനൊരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. കോഡ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിൽ ഒരാൾക്ക് സ്റ്റെപ്പ് പണിയണമായിരുന്നു. ഏഷ്യയിൽ ഒരാൾക്ക് എന്ത് പണിയണം, സ്റ്റെപ്പ് പണിയണം. ഇപ്പോൾ ഒന്ന് കേട്ട് ചിരിക്കരുത്, കോഡ് ഫുള്ള് കേട്ടിട്ട് ചിരിക്കാവും. ഓക്കെ, അപ്പോൾ എന്തുവാണ്, ഏഷ്യയിൽ ഒരാൾക്ക് ഒരു സ്റ്റെപ്പ് പണിയണമായിരുന്നു. അതിന് ഏഷ്യയിൽ നാളെ കിട്ടാത്തതുകൊണ്ട് എന്ത് ചെയ്തു, ആഫ്രിക്കയിൽ നിന്ന് ഒരു വെൽഡറെ കൊണ്ടുവന്നു. ആരെ കൊണ്ടുവന്നു, ആഫ്രിക്കയിൽ നിന്നൊരു വെൽഡറെ കൊണ്ടുവന്നു. അപ്പോൾ സ്റ്റെപ്പ് പണിയുള്ള സ്ഥലം നോക്കി അയാൾ എങ്ങോട്ട് പോയി, സൗത്തിലോട്ട് പോയപ്പോഴത്തേക്ക് അവിടെ ഒരു പാമ്പ് കിടക്കും. അവിടെ എന്ത് കിടക്കുന്നു, ഒരു പാമ്പ് കിടക്കുന്നു. അപ്പോൾ പാമ്പിനെ കണ്ടപ്പോൾ അയാൾ പാമ്പേ എന്ന് വിളിച്ചു.
അപ്പോൾ അയാളെ സഹായിക്കാൻ വന്നൊരു ഓസ്ട്രേലിയക്കാരൻ പാമ്പിനെ നോക്കാൻ വേണ്ടി എങ്ങോട്ട് നോക്കി? ഡൗൺ സൈഡിലോട്ട് നോക്കി. പാമ്പിനെ കാണാൻ വേണ്ടി എങ്ങോട്ട് നോക്കി? ഡൗണിലോട്ട് നോക്കി. ആളെയൊക്കെ കണ്ട് പേടിച്ച പാമ്പ് മുകളിലോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. മുകളിലോട്ട് നോക്കി നിൽക്കുകയായിരുന്നു, പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ മനോഹരമായ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ കഥയുടെ സാരാംശം പറഞ്ഞു തരാം. ഓക്കെ, ഇതൊരു 3-4 തവണ നിങ്ങൾ വായിക്കണം, എന്നിട്ടേ ഇതിൻ്റെ കോഡ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഏഷ്യയിൽ സ്റ്റെപ്പ് പണിയണം. അപ്പോൾ ഏഷ്യയിൽ സ്റ്റെപ്പിസ്. അതിനുവേണ്ടി ആഫ്രിക്കയിൽ നിന്ന് ആരെ കൊണ്ടുവന്നു? വെൽഡറെ കൊണ്ടുവന്നു. വെൽഡർ വന്നിട്ട് സ്ഥലം നോക്കാൻ സൗത്തിലോട്ട് ഇപ്പോൾ ആരെ കണ്ടു? പാമ്പിനെ കണ്ടു. അപ്പോൾ സൗത്തിൽ പാമ്പാസ്. പാമ്പിനെ കണ്ടപ്പോൾ അയാൾ പാമ്പേ പാമ്പേ എന്ന് വിളിച്ചപ്പോഴത്തേക്കും കൂടെ വന്ന ഓസ്ട്രേലിയക്കാർ എങ്ങോട്ട് നോക്കി? പാമ്പ് തറയിലല്ലേ കിടക്കുന്നത്. അപ്പോൾ ഡൗണിലോട്ട് നോക്കി. ഡൗണിലോട്ട് നോക്കിയപ്പോൾ പാമ്പ് പേടിച്ച് മുകളിലോട്ട് നോക്കി നിന്നിട്ട് എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. എന്ത് ചെയ്യാണ്? പ്രാർത്ഥിക്കുകയാണ്. കോഡ് കിട്ടുന്നുണ്ടോ? ചിലപ്പോൾ ഇത്രയും മനോഹരമായ കോഡുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്ത് ചെയ്യുക? ഇനേബിൾ ചെയ്യുക. ഒന്നുകൂടി കോഡ് പറയുമ്പോൾ കിട്ടുന്നുണ്ടോ എന്ന് നോക്ക്. നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? ഏഷ്യക്കാരൻ എന്ത് ചെയ്യണമായിരുന്നു? ഒരു സ്റ്റെപ്പ് പണിയണമായിരുന്നു. അപ്പോൾ ഏഷ്യയിൽ എന്തുണ്ട്? സ്റ്റെപ്സ് ഉണ്ട്. ഏഷ്യക്കാരന് സ്റ്റെപ്പ് പണിയണം. അതിനിവിടെ പണിക്കാരെ കിട്ടാത്തതുകൊണ്ട് എവിടെ പോയി? ആഫ്രിക്കയിൽ പോയിട്ട് ഒരു വെൽഡറെ കൊണ്ടുവന്നു. സ്റ്റെപ്പ് പണിയണം, മെറ്റൽ സ്റ്റെപ്പാണ്. അപ്പോൾ ആഫ്രിക്കയിൽ വെൽഡ് പണിയാനായിട്ട് വെൽഡർ വന്നിട്ട് എന്ത് ചെയ്തു? സൗത്ത് സൈഡിലോട്ട് നോക്കിയപ്പോഴത്തേക്കും അവിടെ എന്ത് കിടക്കുന്നു? ഒരു പാമ്പ് കിടക്കുന്നു. അപ്പോൾ സൗത്ത് അമേരിക്കയിൽ പാമ്പാസ്. പാമ്പേ എന്ന് വിളിച്ചപ്പോൾ കൂടെ വന്ന ഓസ്ട്രേലിയക്കാരൻ പാമ്പിനെ കാണാൻ എങ്ങോട്ട് നോക്കി? ഡൗണിൽ നോക്കി, താഴോട്ട് നോക്കി. അങ്ങനെ താഴോട്ട് നോക്കിയപ്പോൾ ആ പാമ്പ് എന്ത് ചെയ്യായിരുന്നു? ആ മുകളിലോട്ട് നോക്കി നിന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. നോർത്ത് അമേരിക്കയിൽ പ്രയർ എന്ന് വെച്ചാൽ പ്രാർത്ഥന എന്നല്ലേ. അപ്പോൾ എന്ത് ചെയ്യായിരുന്നു? നോർത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് എൻ്റെ കോഡ്? സെറ്റല്ലേ? അപ്പോൾ ഇത്രയും മനോഹരമായ കോഡുകൾക്ക് വേണ്ടി അറിയാലോ എന്താ ചെയ്യാനുള്ളതെന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടുത്തെ ക്ലൈമാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. പേരിൽ തന്നെ ഗ്രാസ് ലാൻഡ് എന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായിരിക്കും? പുൽമേടുകളാണ് ഇവിടെ ഉള്ളത്, വലിയ മരങ്ങളൊന്നുമില്ല. അപ്പം നല്ല മഴയും കിട്ടുന്നില്ല, നല്ല വെയിലും കിട്ടുന്നില്ല. രണ്ടും കിട്ടാതെ ചെടി വളരൂ ഇല്ല. അപ്പോൾ ഷോർട്ടായിട്ടുള്ള സമ്മർ എന്ന് വെച്ചാൽ സമ്മർ സീസൺ കുറവാണ്, ലോങ് ആയിട്ടുള്ള വിൻ്റർ അല്ലേ, തണുപ്പ് കാലമാണ് കൂടുതൽ. അതിൻ്റെ ലൊക്കേഷൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിനൊരു ഐഡിയ കിട്ടും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. നോക്കിയേ, ഇപ്പോൾ ഇതാണ് ഈ പറയുന്ന സ്ഥലമെങ്കിൽ അതിലിതാ ഈ ഒരു ഭാഗത്തുമാണല്ലോ ഇത് കാണപ്പെടുന്നത്. സൂര്യപ്രകാശം നോക്കി നോക്ക്. സൂര്യപ്രകാശം വളരെ കുറച്ചല്ലേ ഇവിടെ എന്ത് ചെയ്യുള്ളൂ? കിട്ടുള്ളൂ. അപ്പോൾ സൂര്യപ്രകാശം കുറവാകുമ്പോൾ വിൻ്റർ എന്താണ്? ഷോർട്ടാണ്. അപ്പോൾ സൂര്യപ്രകാശം കുറവുമ്പോൾ ബാക്കി സമയം എന്ന് പറയുന്നത് എന്തായിരിക്കും? ചൂടില്ലാത്ത സമയം തണുപ്പ്, വിൻ്റർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഇനി തണുപ്പുള്ള സ്ഥലമാണ് അല്ലേ, സൂര്യപ്രകാശം കിട്ടുമ്പോഴത്തേക്കും എന്ത് ചെയ്യും? സമ്മർ ടെമ്പറേച്ചർ മാക്സിമം ആകാറുണ്ട്. വിൻ്റർ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അത് 2 ഡിഗ്രി തൊട്ട് 13 ഡിഗ്രി വരെയാണ്, അതിശൈത്യത്തിലോട്ട് പോകാറുണ്ട്. മഴ എന്ന് പറയുന്നത് വളരെ കുറവാണ്, 25 to 60 സെൻറ്റിമീറ്റർ വരെയാണ് എന്ത് ചെയ്യുന്നത്? മഴ കിട്ടുന്നത്. ഈ മഴ എന്ന് പറയുന്നത് ഇറഗുലറും ഫ്ലക്ച്വേറ്റിങ്ങുമാണ്. എന്ന് വെച്ചാൽ എപ്പോഴും കിട്ടണമെന്നില്ല, കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ഇനി ഇവിടുത്തെ വെജിറ്റേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മഴ കുറവാണല്ലോ, അപ്പോൾ എന്താണ്? മരവും കുറവാണ്. പ്രധാനമായിട്ട് പുല്ലുകളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. വെജിറ്റേഷൻ റിഫ്ലക്ട് റെയിൻഫോൾ അത് വേണ്ട, ഈ 2 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. ഇനി മനുഷ്യന്മാരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ പുൽമേടുകളാണ് അല്ലേ. പുല്ല് ആർക്കാണ് തിന്നുന്നത്? പുല്ല് കന്നുകാലികളാണ് തിന്നുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടുള്ളത് ഗ്രേസിങ് ലാൻഡാണ് അല്ലേ. ഈ പറയുന്ന പുൽമേടുകളാണ്, ഇവിടെയാണ് ഈ മൃഗങ്ങളെ മേയാൻ വിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രധാന ആൾക്കാരുടെ ജോലി എന്താണ്? ഷെപ്പേഡിങ് ആണ്. എന്ന് വെച്ചാൽ ഷെപ്പേഡ് എന്ന് വെച്ചാൽ എന്താ? ആട്ടിടയൻ അല്ലേ. അപ്പോൾ ആടിനെയും പശുവിനെയൊക്കെ വളർത്തുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. ഊഹിക്കാം, പുല്ല് തിന്നുന്ന കന്നുകാലിയെ വളർത്തുന്നതാണ് ഇവിടുത്തെ ആൾക്കാർ പ്രധാനപ്പെട്ട ജോലി. മോസ്റ്റ് ഇൻഹാബിറ്റൻസ് ആർ ഇൻവോൾഡ് ഇൻ ഗ്രേസിങ് ലൈഫ് സ്റ്റോക്ക് അല്ലേ. ജീവജാലങ്ങൾ, അതായത് ഈ പറയുന്ന മൃഗങ്ങളെയൊക്കെ വളർത്തുന്നതാണ് ജോലി എന്ന് പറയുന്നത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷനൊക്കെ കൂടുന്ന കാരണം നവഡേയ്സ് എന്ത് ചെയ്യുന്നു? ഇത് പ്രധാനമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടെക്നോളജിയുടെ സഹായത്തോടെ എന്തായിട്ട് മാറ്റുകയാണ്? അഗ്രികൾച്ചർ ലാൻഡായിട്ട് മാറ്റുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ നോർമലി വെള്ളം കിട്ടുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ദൂരത്തു നിന്ന് പമ്പ് ചെയ്ത് കൊണ്ടുവരാം. ഇനി വെയിൽ കുറവാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റ് കൊടുക്കാം. അക്വാപോണിക്സും അതുപോലെ ഗ്രീൻ ഹൗസ് ഫാമിംഗ് പോലത്തെ പല ടെക്നിക്കുകൾ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇപ്പോൾ ഫാമിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യന്മാരുടെ കാര്യം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ടെക്നോളജിക്കൽ പ്രോഗ്രസ് കാരണം മനുഷ്യൻ എന്ത് ചെയ്തു? ഇവിടെയുള്ള നാച്ചുറലായിട്ടുള്ള രീതിയൊക്കെ മാറ്റിയിട്ട് ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡുകളെ ആക്കി മാറ്റും. ഓക്കെ, ഇപ്പോൾ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്തിനു ഉപയോഗിക്കുന്നു? കൃഷിക്കും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള അനിമൽ ഹസ്ബൻഡറിക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതായത് നമുക്ക് മൃഗങ്ങളൊക്കെ മീറ്റിനൊക്കെ വേണ്ടിയിട്ട് ലാർജ് സ്കെയിൽ വളർത്തുമ്പോൾ അത് വീട്ടിൽ വളർത്തുന്ന രീതി പോലെ ആയിരിക്കുമോ? അല്ല, അതൊരു ഫാക്ടറി പോലെ ആയിരിക്കും. അതാണ് ഇൻഡസ്ട്രിയൽ സ്കെയിൽ അനിമൽ ഹസ്ബൻഡറി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പോപ്പുലേഷൻ പ്രഷറാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് അല്ലേ. ഗ്രോയിങ് പോപ്പുലേഷൻ ആൻഡ് ദ റൈസിങ് ഹ്യൂമൻ നീഡ്സ് എന്ത് ചെയ്തു? ഈ പറയുന്ന എല്ലാ രീതികളിലൂടെയും സ്ഥലത്തിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പുകൾ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റുകയാണ്. ഇത് സാഹിത്യപരമായിട്ട് നമുക്ക് ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ, പ്രത്യേകിച്ച് പോയിൻ്റൊന്നും പറയാനില്ല.
അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ടെമ്പറേറ്റ് ഗ്രാസ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്, ഓർമ്മയുണ്ടല്ലോ. ആഫ്രിക്കയിൽ വെൽറുണ്ട്, ഏഷ്യക്കാരനാണ് സ്റ്റെപ്പ് പണിയേണ്ടത് അല്ലേ, ഓസ്ട്രേലിയക്കാരനാണ് ഡൗണിലോട്ട് നോക്കിയത്, നോർത്ത് അമേരിക്കയിൽ എന്താണ് മുകളിലോട്ട് നോക്കി പ്രാർത്ഥിക്കുകയായിരുന്നു പാമ്പ് അല്ലേ. പാമ്പ് എവിടെയാണ്? സൗത്ത് സൈഡിൽ, സൗത്ത് അമേരിക്കയിൽ. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. റെയിൻഫോള് മറ്റ് പോയിന്റുകളെല്ലാം ഞാൻ ആ സ്ലൈഡിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനം പറഞ്ഞ ഈ കാര്യവും അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം മനുഷ്യന്മാരൊക്കെ താമസിക്കുന്ന ഏതാണ്ട് എത്ര 6 റീജിയൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി വരുന്നതാണ് എന്ത്, ടൈഗർ റീജിയൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇനി അങ്ങോട്ട് എത്ര 50 ഡിഗ്രി കഴിഞ്ഞു, അപ്പോൾ ഇനി 60 അങ്ങോട്ട് മുകളിലോട്ടും തോറും തണുപ്പുള്ള പ്രദേശമാണ്. അപ്പോൾ തണുപ്പുള്ള പ്രദേശത്ത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.